ഓട്ടം പോവോ? ഞാൻ ഞാനുണ്ട് കഴിക്കേ. എവിടേക്കാ പോണേ കഴിക്കേ? പ്രകൃതി കഴിക്കുന്നത്. ഞാൻ പ്രകൃതി ഹോട്ടലും കഴിക്കൂല, വേറെ കഴിക്കൂല. അവിടെ എന്താ കിട്ടുക? ചോറ് കിട്ടുവോ? അവിടെ നല്ല ചോറ് കിട്ടും, നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും. മീൻകറി ഉണ്ടാവില്ലേ? മീനൊക്കെ കിട്ടുവോ? മീനൊന്നും അല്ല, അവിടെ ഒന്ന് കഴിച്ചു നോക്കാം. അത് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് വല്ല വറുത്തം പൊരിച്ചുണ്ടാവുമോ? അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ വയറിന് ഏറ്റവും സുഖം, നമ്മുടെ ശരീരത്തിന് ഏറ്റവും സുഖമായിരിക്കും. കുറെ പോകണ്ടോ? ഇവിടെ അടുത്താണ്. എത്തിയോ? ഇവിടെയാണോ? സാറേ ഇതാണ് ഹോട്ടൽ, ഞാൻ പറഞ്ഞ ഹോട്ടൽ ഇതാണ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, സാറ് കഴിച്ചോളൂ. പ്രകൃതി ആരോഗ്യ വർഷശാല. നമ്മൾ പെട്ടു തോന്നുന്നു. ചേട്ടാ എന്നിട്ട് കഴിക്കാൻ? കാരണം നമസ്കാരം, ഞാൻ ഷോ ഒക്കെ കാണാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിരന്തരം വറുത്തതും പൊരിച്ചതും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. ഇന്നും അതിനാ വന്ന്. പക്ഷെ അതിലും നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഉള്ളതുപോലെ പറയാം. ഞങ്ങളുടെ ഇത് വിൽപ്പനയ്ക്കാണ് ആണെങ്കിൽ പോലും ആദ്യം കഴിക്കുന്നവർക്ക് വളരെ അപരിചിത്വം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം പുറത്തെ രുചികരമായിട്ട് നിങ്ങൾ ധരിക്കുന്ന അതുമായിട്ട് ഒന്നും ഒരു സാമ്യം ഉണ്ടാവില്ല. ഒരു ടെൻഷനില്ല. കഴിക്കുമ്പോൾ നിങ്ങൾ വളരെ കൂളാവും, വളരെ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മാറ്റകരമായ, വളരെ ശുഭകരമായിട്ടുള്ള ഒരു വരവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ചേട്ടനോട് പോയി ഓട്ടോ പാർക്ക് ചെയ്യാൻ പോയി വരും ആള് വരും, വന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ കേട്ടെ. എന്നായിക്കോട്ടെ, ഊണായില്ലേ? ഊണൊക്കെ റെഡിയാണ്. ജ്യൂസ് ആയിട്ട് എന്തൊക്കെയാ അവിടെ? ജ്യൂസ് ഇവിടെ ഓറഞ്ച്, മുസമ്പി, അതൊക്കെ ഫ്രഷ് ആയിട്ട്. വാട്ടർ മിലൺ, പഞ്ചസാരയില്ല. പിന്നെ നെല്ലിക്ക, നാരങ്ങ, ഫാഷൻ ഫ്രൂട്ട്, അങ്ങനത്തെ ജ്യൂസുകളിലൊക്കെ വെള്ളം ചേർക്കും. മധുരത്തിനും പകരം തേനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ജാപ്പി അല്ലേ? ജാപ്പി. നമ്മൾ ചുക്കുകാപ്പി വരണ്ട്. ചുക്കുകാപ്പി അല്ല, അന്നത്തെ ചുക്ക്, ജീരകം, ഉലുവ, മല്ലിപ്പൊടി, പിന്നെ മുഴുവൻ മല്ലി, കുരുമുളക്, ഇതെല്ലാം കൂടി വറുക്കും. നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കണ പൊടിയാണ്. രാവിലെ എന്തൊക്കെയാ മെനു? രാവിലെ മെനു പുട്ട്, ഇടിയപ്പം, ഉപ്പുമാവ്, ചപ്പാത്തി. പുട്ട് എന്ന് പറഞ്ഞാൽ റാഗിയുടെ പുട്ട്, ഗോതമ്പിന്റെ പുട്ട്, പിന്നെ സൂചി ഗോതമ്പിന്റെ നുറുക്ക്, ഗോതമ്പ്, ഉപ്പുമാവ്. കറിയൊക്കെയോ? കറി ഒന്ന് മാറി മാറി വെക്കും. ഒന്ന് വെജിറ്റബിൾ കറി, കടലക്കറി, ചെറുപയർ കറി. മസാലയായിട്ട് ഇവിടെ മല്ലിപ്പൊടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഉപയോഗിക്കുള്ളൂ. മഞ്ഞപ്പൊടി, മുളക് പൊടി ഉപയോഗിക്കൂല. രാത്രിയോ? രാത്രി കഞ്ഞി, ചപ്പാത്തി, ഇടിയപ്പം, ഗോതമ്പ് കഞ്ഞി, പിന്നെ പുട്ട്, മില്ലറ്റിന്റെ പുട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടാവും. ഇതാണ് ഇവിടെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി. ഇതിന്റെ പേര് ഉമ്മ എന്നാണ്. നമ്മളിവിടെ കൊടുക്കണേ ഫ്രൂട്ട് സാലഡ് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കേണ്ടതാണത്. അതിൻ്റെ ആ കോമ്പിനേഷനാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് തേങ്ങയും ശർക്കരയുമാണ് വരുന്നത്. ശർക്കര അത് കൂടാതെ സ്പെഷ്യലായിട്ട് തേൻ വേണ്ടവർക്ക്, അപ്പോൾ ഇതിനകത്ത് ചെറിയ വില കൂടുതലുണ്ടാവും. തേൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയാണ് പാചകം ചെയ്യണത്. ചേച്ചിമാർ വർഷങ്ങളായിട്ടുള്ളൊരു 17-20 വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇതിന് ഭക്ഷണം പാകം ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നത്. ഊണ്, ചപ്പാത്തി, പുട്ട്, ഇതിനെല്ലാം തന്നെ കറി ഒന്ന് തന്നെയായിരിക്കും. ഇത് ഇന്നത്തെ കറിയാണത്. ദിവസം മാറും, എല്ലാ ദിവസവും എല്ലാത്തിനും മാറിക്കൊണ്ടിരിക്കും. ഇത് ഓലൻ. അതെ, അത് പാവയ്ക്കാണ്. ഇത് ഓലനാണ്. സൂപ്പ് ഇന്ന് മാങ്ങയാണ്. അതെ, അത് ഭക്ഷണത്തോടു കൂടി. അത് ആദ്യമേ സൂപ്പ് കൊടുത്തിട്ട്, സൂപ്പ് ആദ്യമേ കൊടുക്കും. സൂപ്പും കൂടെ ആയിട്ട് അപ്പോൾ അവരാദ്യമേ സൂപ്പ് കഴിച്ചു. ഭക്ഷണത്തോടൊപ്പം വെള്ളം കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അത് സാമ്പാർ നമുക്കിങ്ങനെ പേര് പറയാമെന്ന് മാത്രമേ. സാമ്പാർ യഥാർത്ഥത്തിൽ നമ്മുടെ ട്രഡീഷണൽ സാമ്പാറല്ല, ധാരാളം വെജിറ്റബിൾ ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണിത്. അതായത് പരിപ്പ് നമ്മൾ ഉപയോഗിക്കില്ല. അല്ല, കായമില്ല, പരിപ്പില്ല, ചുവന്ന മുളകില്ല, അങ്ങനെ മസാലകളില്ല. എല്ലാ ദിവസവും പുഴുക്കുണ്ടാവും. അപ്പോൾ കപ്പ ഉണ്ടാവും, കാച്ചില്, ചേമ്പ്, ചേന, അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ കൂടുതൽ സാധനങ്ങൾ ചേർത്തിട്ടുള്ള പുഴുക്കുകളാണ്. പുഴുക്കിൻ്റെ കൂടെ ജാപ്പിയുണ്ട്. അതുകൂടാതെ അട, കൊഴുക്കട്ട എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. അതും ഗോതമ്പ് ചേർത്തിട്ട് ഉള്ളിൽ ശർക്കരയും തേങ്ങയും
ജീരകമൊക്കെ വിളയിച്ച് ചേർത്തിട്ടുള്ള, എന്നിട്ട് ചുട്ടെടുക്കണതാണ് അവിടെ, കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് മീനാണ് പറഞ്ഞേക്കുന്നത്. ഉച്ചയൂണ് സാമ്പാർ എന്നാണ് പേര്. പക്ഷേ കായ ഉപയോഗിക്കില്ല, പരിപ്പിടില്ല, ഉപയോഗിക്കില്ല. ഒരേ കഷ്ണം മാക്സിമം വെജിറ്റബിൾസ് കഴിപ്പിക്കണം. പിന്നെ ആദ്യം രാജ്യങ്ങളെന്ന് സൂപ്പ് ആദ്യം കുടിക്കണം. ഇന്ന് മാങ്ങയുടെ സൂപ്പാണ്. സൂപ്പ് ഒരു ദിവസം മാറും കേട്ടോ. വന്നു കഴിഞ്ഞാൽ നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ആരോഗ്യത്തോടെ കുറേ കാലം ജീവിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാനങ്ങൾ കഴിച്ചിട്ട് വിടും. അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം. അപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോമ്പാർ ജംഗ്ഷൻ, ഹൈക്കോടതി അടുത്തുള്ള കോമ്പാർ ജംഗ്ഷനിലാണ് നമ്മുടെ കട. വിട്ടേക്കട്ടെ. ഓക്കെ, ബൈ.